എടാ എന്നാ ഒരു ദീർഘവീക്ഷണാടാ നമ്മുടെ വി.ഡി. സതീശൻ മുതലാളിക്ക്. എടാ 10 വർഷം മുമ്പ് തന്നെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്റ്റുകളിൽ നിന്നും പുറകെ പോകാതെ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്ന് റീഡിഫൈൻ ചെയ്യണം. അത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. എന്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്നൊന്നും ഞങ്ങള് പറയുന്നില്ല. ഇപ്പൊ തന്നെ ഞങ്ങള് പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ്, RSS, BJP എന്നതാടാ ഊവേ. പിന്നെന്താണ് നുണകള്. എന്റെ പൊന്നു ചേട്ടായി, നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ? കരിമണലിന്റെ കേസൊക്കെ ഇപ്പൊ പുതിയതാണ് കേട്ടാ, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ ഒന്ന് കേക്കാം. ആദ്യ നിലപാട് ബക്കാടിയുടെ നികുതി കുറയ്ക്കുന്ന പിണറായി വിജയൻ. കേട്ടോ കിട്ടാ. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. എന്റെ പൊന്നെ, ദീർഘവീക്ഷണം കണ്ടില്ലേ? അഴിമതി സമ്മതിച്ചല്ലേ, കോടികൾ കക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാടോ എന്നിട്ട് ഇതിനൊക്കെ നികുതി കുറച്ച് കൊടുത്തത്? താങ്കളല്ലേ? സോറി, 10 വർഷം മുമ്പ് പറഞ്ഞു എന്നോട് ചോദിക്കരുത്. എന്നാ 10 വർഷം മുമ്പ് പറഞ്ഞ മറ്റൊരു കാര്യം. അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. ഇവരെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നുമല്ല. പക്ഷെ ഞാനുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന്. ദീർഘകാലത്തെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാറില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം ഏതു പ്രായത്തിലാണ് ഇവരെയൊക്കെ വിമർശിച്ചിട്ടുള്ളത്? ഈ വിമർശിക്കാൻ ഒരു പ്രായം വേണോ? AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. അങ്ങനൊന്നുമില്ല. ഞാനിപ്പോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരാം. പിണറായി വിജയൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ? മദ്യടോ ബക്കാടിയുടെ കഥ ഞാൻ തിരുത്തി തരാട്ടോ, ഒന്ന് തിരുത്തണേ. മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. അല്ലടോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഫ്രീ ആയിട്ട് കൊടുത്തൂടെ? കുറെ കുടിയന്മാർക്ക് സന്തോഷമായിക്കോളൂ, അതുകൊണ്ടാട്ടാ. അല്ലടാ, നിങ്ങളുടെ ടീം തന്നെയല്ലേ ഈ മുസ്ലിം ലീഗ് ഒക്കെ? അവർക്ക് എന്നാണ് ഇപ്പൊ ഇതൊക്കെ ഹലാലായത് എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. ചന്ദനം ചാരിയ ചാണകം ചാരിയ ചാണകല്ലേ മണക്കുള്ളൂ. ചന്ദനത്തിന്റെ വില ഞാൻ എന്തായാലും കളയുന്നില്ല. കഴിഞ്ഞില്ല, 10 കൊല്ലം വീണ്ടും പിന്നിലോട്ട്. എന്തുകൊണ്ടാണ് AK ആന്റണിയെ പോലുള്ള മുതിർന്ന ഒരു നേതാവ്, അഴിമതിരഹിതനായ ഒരു നേതാവ്, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടാൻ കഴിയാവുന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് കേരളം മുഴുവൻ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം. അദ്ദേഹത്തെ കൊണ്ടുപോലും അത് പറയിപ്പിക്കാൻ ഞാൻ പറയാൻ കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. ഇപ്പോഴത്തെ അല്ലേ, അടുത്ത തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ്. ഇവരെല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പൊതുവികാരമായി, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമായി ഏറ്റവും മൈൽഡായിട്ടുള്ള ഭാഷയിൽ, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി, ഒരു ദുരുദ്ദേശവും ഇല്ലാതെ സതുദ്ദേശത്തോടുകൂടി നന്നായി പോകാൻ വേണ്ടിട്ട് പറഞ്ഞൊരു വാക്കാണ്. എന്താ അറിയോ, ഉമ്മൻചാണ്ടി ഭരിക്കണ സമയത്തെ ഇവിടെ ഫുള്ള് എന്തായിരുന്നു, അഴിമതിയായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതൊന്നും കൂടാതെ ഞാൻ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന്. നിങ്ങൾ ചെറുപ്പക്കാരുടെ കൂടെ നിന്ന് ഇപ്പൊ കണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പേരും പറഞ്ഞ് പാവപ്പെട്ട പയ്യന്മാരൊക്കെ 5000 ഉറുപ്പ്യൊക്കെയാണ് പിഴ ഈടാക്കുന്നത്. അതും കൂടാതെ ഇത് തൊലഞ്ഞു പോകുമെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഇമാതിരി ഉളത്തരം കാണിച്ചാല് തൊലഞ്ഞു പോകും. മിക്കവാറും കോൺഗ്രസ് തൊലഞ്ഞു പോകും. നിങ്ങളെ മുഖ്യമന്ത്രി ആക്കിയത് കൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന 8ന്റെ പണി അതായിരിക്കും, തൊലഞ്ഞു പോകും. എന്തായാലും ആ തൊലച്ചലിന്റെ തുടക്കം ഒന്ന് കാണാം. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല.
ഇതിന്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പൊ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. അല്ലല്ലോ, ഇതൊക്കെ പോയി പറയേണ്ടത് നിങ്ങൾ ആരോടറിയോ? മുസ്ലിം ലീഗിനോട്. വല്ലാത്തൊരവസ്ഥയാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങി അമർന്നൊരു വിധായി കിടക്കുക എന്നുള്ളതാണ്. എന്തായാലും നുണക്കൊരു കുറവില്ലല്ലോ അല്ലേ? അതിങ്ങനെ തുടരുന്നില്ലേ പഴയ പോലെ തന്നെ? ആ മരുന്നൊന്നും മാറ്റണ്ട, ഇതന്നെ കുടിച്ചോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തുടച്ചങ്ങ് നീക്കാം. ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനൊന്നും ഞങ്ങൾ പറയിപ്പിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ആരൊക്കെയോ പറയുന്നുണ്ട് എന്നാ കേട്ടത്. കേട്ടോളി. എത്ര കിട്ടി എന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ മതി എന്നാണ് എം പി രാജേഷ് വിമർശനമായി പരിഹാസ രൂപേണ ഉന്നയിച്ചത്. എത്ര കിട്ടിയതുകൊണ്ടാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്ന ചോദ്യം മുൻമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. വലിയ വിവാദമായി വളർന്ന് വികസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും ആ തീരുമാനം അത് ഏകപക്ഷീയമായി മുഖ്യമന്ത്രി കൈക്കൊണ്ടതാണ് എന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വിദേശ മദ്യ കമ്പനികൾ, കുത്തക കമ്പനികൾ സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നുള്ളതും പക്ഷേ അതിനോട് സർക്കാർ ആഭിമുഖ്യം കാട്ടിയില്ല എന്നും ഇപ്പോൾ UDF തീരുമാനമെടുക്കുന്നത് അഴിമതി ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന വിമർശനവും ഉന്നയിക്കുകയാണ്. എന്തിനപ്പൊ കർണാടകയിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഇതൊക്കെ തന്നെ ആവുന്നുള്ളതാണ്. കർണാടകയിലെ മദ്യലോബികളുമായിട്ടാണ് ഡീല് വെച്ചിട്ടുള്ളത്. ആ ഡീലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കർണാടകയിൽ പോയതിന്റെ അടുത്ത കാര്യം എന്താ കേൾക്കണ? കേട്ടോളി. KCBയിൽ 3400 കോടിയുടെ കൂറ്റൻ കരാറിൽ നിഗൂഢ നീക്കങ്ങൾ. അദാനി എനർജി സൊല്യൂഷൻസ് അടക്കം പങ്കെടുത്ത ടെൻഡറിലാണ് ദുരൂഹമായ തിടുക്കം. ഇനിയിപ്പോ ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് കൂട്ടി വായിച്ചോളൂട്ടാ. അങ്ങനെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. കരിമണൽ വന്നിട്ടുണ്ട്. കരിമണൽ ഇതിൽ കുത്തിക്കയറ്റാൻ സ്ഥലം കിട്ടിയിട്ടില്ല. കിട്ടിയച്ച കയറ്റായിരുന്നു. എന്തായാലും 10 കൊല്ലം വീണ്ടും പിന്നിലോട്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണ് ഞാൻ പറഞ്ഞത്. ഏത് കോൺഗ്രസ്സുകാരനോടും നിങ്ങൾ വഴിയിൽ നിർത്തി ചോദിച്ചു എന്താണ് അവരുടെ അഭിപ്രായം എന്ന്. നന്നാകാൻ വേണ്ടിയിട്ടാണ്. നന്നാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നില്ല നന്നാവും എന്നുള്ളത്. നിങ്ങളെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കിയപ്പോ തന്നെ അവരുടെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന സമയത്ത് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള മന്ത്രിമാരും MLA ഒക്കെ അല്ലേ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ. അല്ലാതെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. വലിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എനിക്ക്. ഗവർണർ മന്ത്രിസഭാ യോഗമൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മൂപ്പര് അറിയണ എപ്പോഴാണെന്നറിയോ? റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വന്നപ്പോഴാന്നുള്ളത്. അപ്പൊ അതിനൊരു തീരുമാനമായിട്ടില്ല. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് മൊത്തത്തിൽ മൂഞ്ചും. വട്ടത്തിലും മൂഞ്ചും, ചതുരത്തിലും മൂഞ്ചും, ത്രികോണത്തിലും മൂഞ്ചും. മുസ്ലിം ലീഗിന് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുവാക്കി പോടെ ഇതിനൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മൂഞ്ചി പോവും. അത്രേ പറയുന്നുള്ളൂ. മദ്യനികുതി കുറയ്ക്കുന്നു, പെട്രോൾ നികുതി കുറയ്ക്കുന്നു പറഞ്ഞ ആളെ പറ്റിക്കുന്നു. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അപ്പൊ വീണ്ടും വരാൻ കേട്ട പുതിയ വാർത്താ വിശേഷങ്ങളും അതിലേക്ക്. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.